കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ട അനുഗ്രഹിക്കപ്പെട്ട ആ സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ കേട്ടു കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന സന്തോഷം അതെത്ര വലിയതാണെന്ന് നമ്മൾ ഇന്നലെ കേട്ടു. ഇന്നലെ നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടു. ഇന്നും നമ്മൾ അത്ഭുത സാക്ഷ്യങ്ങൾ നമ്മൾ കാണും. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഒരു കാര്യം പറയാം. നിങ്ങളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിഷയമുണ്ടോ ആ വിഷയങ്ങൾക്കെല്ലാം വേണ്ടിയാണ് കർത്താവ് യേശു കാൽവറിയിൽ യാഗമായത്. യേശു കർത്താവ് തൻ്റെ അവസാന വാക്ക് ഇങ്ങനെയാണ്: ഇതാ സർവ്വതും സകലതും നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന സകല വിഷയങ്ങൾക്കും വിടുതൽ യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി നേടിത്തന്നു. ഇനി ഞാൻ ചെയ്യേണ്ട കാര്യം വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ്റെ മരണ പുനരുദ്ധാനത്തിൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്നും എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെന്നും ഞാൻ വിശ്വസിക്കുക. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ആദ്യം വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾക്ക് സമാധാനം. അതാ കർത്താവിൻ്റെ പദ്ധതി. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടാണോ ആയിരിക്കുന്നത്, ദൈവവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ഭാരങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. ദൈവത്തോട് അറിയിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ഈ സാമ്പത്തികമായ വിഷയം ഞാൻ നിന്നോട് പറയുക, എൻ്റെ ഈ ശാരീരികമായ ബുദ്ധിമുട്ട് ഞാൻ നിന്നോട് പറയുക, എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യം ഞാൻ നിന്നോട് പറയുക എന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ഒരു സമാധാനം കർത്താവ് നമ്മുടെ ഉള്ളിൽ തരും. ആ സമാധാനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം അറിയാം: ഈ വിഷയത്തിൽ ഞാൻ തകരത്തില്ല. എനിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കും. എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടയ്ക്കപ്പെട്ടാണോ എന്നെ കേൾക്കുന്നത്? ഞാൻ ഉറപ്പായിട്ട് നിങ്ങളോട് പറയാം, കർത്താവിനോട് പറഞ്ഞാൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്ന വഴികളെ കർത്താവ് തുറക്കും. ഞങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ അത്ഭുതകാരം ചലിക്കും. നമുക്ക് ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. വേറൊരു കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു: എൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുവാൻ ഞാനത് നിങ്ങൾക്ക് എഴുതുന്നു. ഇന്നൊരു പക്ഷേ ചിലർ പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു വിടുതലും കണ്ടില്ലായിരിക്കാം. അതോർത്ത് ഭാരപ്പെടണ്ട, അത് കർത്താവ് ചെയ്യും. എന്നാൽ അതിലുപരി ഒരു മഹാസന്തോഷം: എൻ്റെ പാപം ക്ഷമിച്ചല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് നമ്മുടെ അകത്തൊരു വലിയ ബലം കിട്ടും. 1984 എൻ്റെ ജീവിതം ഈ ലോക വഴികളിൽ ജീവിച്ച് മദ്യത്തിലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ഉഴപ്പ് കൊണ്ട് തകർത്ത്, അതേസമയം എൻ്റെ വീട് മുഴുവൻ ശാപം കയറി, ഓരോരുത്തർ രോഗികളായി, തൊടുന്നതെല്ലാം പരാജയമായി, വീട്ടിൽ അസ്വസ്ഥത, കൂട്ടുകാരുമായിട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അതിവേദന, ഒറ്റയ്ക്കിരുന്ന് കരയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ വീടിൻ്റെ സമീപത്തുള്ളൊരു ദൈവദാസൻ എന്നോട് പറഞ്ഞു: യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു ഇന്നും ജീവനോടെ ഉണ്ട്, നിൻ്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ കർത്താവ് ജീവിതത്തിലേക്ക് വരും. അന്ന് രാത്രി എൻ്റെ ഭവനത്തിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന്, യേശുവേ, ആ ദൈവദാസൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് വിട്ടുതരുന്നു എന്ന് പറഞ്ഞ രാത്രിയിൽ, അന്ന് രാത്രി എൻ്റെ വീട്ടിൽ ഒരു രോഗസൗഖ്യവും നടന്നില്ല. എന്നാൽ എൻ്റെ വീട്ടിലെ രോഗബന്ധനങ്ങളൊക്കെ പിന്നീട് പടിയിറങ്ങി. കടബാധ്യതയുടെ കെട്ടുകൾ പൊട്ടി, ബിസിനസ് തകർച്ചകൾ മാറ്റി, പരാജയങ്ങൾ മാറി. പക്ഷെ അന്ന് രാത്രി ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ അന്ന് നിരാശയും കണ്ണുനീരും കരച്ചിലും കിടക്കുമ്പോഴും വീട്ടിലെങ്ങും കിട്ടാത്തതൊന്ന് ഇവിടെ കിട്ടി. യേശു എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത സന്തോഷം, മദ്യപിച്ചിട്ട്, കഞ്ചാവ് വലിച്ചിട്ട്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഓടി നടന്നിട്ട്, ചീട്ടുകളി സങ്കേതങ്ങളിൽ നിന്ന് മാറാതെ കൂട്ടുകാരുമായി വട്ടം തിരിഞ്ഞ് നടന്ന ഞാൻ ലോകത്തിൻ്റെ പല സന്തോഷങ്ങളും നോക്കിയതാ. അവിടെ എങ്ങും ലഭിക്കാത്തൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതത്രേ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും.
ആകുല ചിന്തകൾ വിട്ടുമാറും. എൻ്റെ ആ കാര്യം എന്തായിത്തീരും, ഇതെന്തായിത്തീരും, അങ്ങ് ചത്താൽ എന്താ, മരിച്ചാൽ എന്താന്ന് പറഞ്ഞവർ ക്രിസ്തു ഉള്ളിൽ വരുമ്പോൾ ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. എൻ്റെ ഭവനം തകരുകയില്ല, എൻ്റെ ജീവിതം നശിക്കയില്ല, എനിക്കൊരു നിത്യജീവനുണ്ട് എന്നുള്ള ഉറപ്പ് കർത്താവ് തരും. മരണഭയം മാറും, മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പ് കിട്ടും. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതോടുകൂടെ പ്രിയപ്പെട്ടവരെ സകല പാപവും ക്ഷമിക്കപ്പെടും. എൻ്റെ പാപം ക്ഷമിക്കാൻ ഞാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യും? നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുവാൻ എന്ത് പ്രായശ്ചിത്തം ചെയ്യും? നമുക്ക് ചിലപ്പോൾ തോന്നും ഞാൻ വലിയ പാപിയല്ലെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നമ്മുടെ ആ നന്മകളുടെ ആൻസർ ഷീറ്റ് നോക്കിയാൽ ഒരു 2 മാർക്ക് പോലും കാണില്ല. നമ്മുടെ വിചാരം ഞാൻ നാട്ടിലൊരുവിധം നല്ലവനാണ്, എനിക്ക് നല്ല മാർക്കുണ്ടെന്ന് തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം നോക്കിയിട്ട് പറയും മഹാപാപിയ. അതാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ നന്മപ്രവർത്തികൾ പോലും തിരുസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയുള്ളൂ. സ്വർഗം പോലും തിരുസന്നിധിയിൽ വിശുദ്ധമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം മുമ്പിൽ നല്ലവരിവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സോ ഇന്ന് കർത്താവ് പറയാ, മകനെ മകളെ, ഈ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ നീ കണ്ടല്ലോ ഞാൻ ജീവനോടെ ഉണ്ടെന്ന്. ഞാൻ നിൻ്റെ ഹൃദയവാതിലിൽ മുട്ടുക, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരുമോ? ഞാൻ അകത്തേക്ക് വരാം, ഞാൻ അകത്ത് വന്ന് നിന്നോടുകൂടെ അത്താഴം കഴിക്കും. എത്ര പേരിന്ന് ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കും? ഇന്നൊരു തീരുമാനമെടുക്കും, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുവിന്. കർത്താവ് ഉള്ളിൽ വരുമ്പോൾ ലോകം തരാത്ത ദിവ്യ സന്തോഷം, സമാധാനം, നിത്യജീവൻ്റെ പ്രത്യാശ, മരണഭയം മാറും, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറും, ആകുലങ്ങൾ മാറും, ആരോടൊക്കെയുള്ള വഴക്കും പിണക്കവും കയ്പും നിരാശയും മാറി മഹാസന്തോഷം ഉണ്ടാവും. അതാണ് ദൈവരാജ്യം. എന്താണ്? ക്രിസ്തു ഹൃദയത്തിൽ ചിന്തകളെ ഭരിക്കുന്നൊരനുഭവം. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് ആകുല ചിന്തകളാൽ വലയരുത്, മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ. രാജ്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഹൃദയത്തിൽ വന്ന് ഭരിക്കുവാൻ അന്വേഷിക്കുവീൻ. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ആദ്യം ഹൃദയത്തിൽ കർത്താവ് വരട്ടെ, ആ ഭാരവും പ്രയാസവും കയ്പും പിണക്കവും എല്ലാം ഒന്ന് പോട്ടെ, അതോടുകൂടെ ഉണ്മാനും ഉടുപ്പാനും ഉള്ളതെല്ലാം വരും. ആദ്യം ഭാരം മാറി ഒന്ന് സന്തോഷിച്ച്, അടുത്തിരിക്കുന്ന ആൾ പറ ആദ്യം ഭാരം മാറി, യേശു നടത്തിക്കോളും, യേശു എൻ്റെ രക്ഷകനാ എന്നൊക്കെ പറഞ്ഞൊന്ന് സന്തോഷിച്ച് തുടങ്ങിക്ക്. അതോടുകൂടെ കടഭാരത്തിൻ്റെ കെട്ടുകൾ മാറും, വഴികൾ തുറക്കും, അത്ഭുതങ്ങൾ നടക്കും. പ്രശ്നം മാറിയിട്ട് ചിരിക്കുന്നവരല്ല നമ്മൾ, ചിരിക്കുമ്പോൾ പ്രശ്നം മാറുന്നവര്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാം കയ്യിൽ കിട്ടിയിട്ട് ചിരിക്കുന്നവരല്ല നമ്മൾ, എല്ലാം സൃഷ്ടിച്ചവനെ അകത്ത് കിട്ടുമ്പോൾ, ഹൃദയം തുറന്ന് സന്തോഷിക്കുമ്പോൾ അതോടുകൂടെ സകലവും ലഭിക്കുന്നവരാ. ഇന്ന് സൃഷ്ടിതാവായ കർത്താവ്, രാജാതി രാജാവ് ഹൃദയങ്ങളിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ പറയും, യേശുവേ എൻ്റെ ഹൃദയം നിനക്ക് മാത്രം, ഞാൻ തുറന്നു തരിക എന്ന് പറയുന്നവർ കരമുയർത്തി ഒന്ന് പറഞ്ഞ്, യേശുവേ എൻ്റെ ഹൃദയം നിനക്ക് മാത്രം, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ആമേൻ. ക്രിസ്തു ഉള്ളിൽ ഭരിക്കുമ്പോൾ എന്താരംഭിച്ചു? ദൈവരാജ്യം. ഉറക്കെ പറഞ്ഞേ, എന്താണ് ദൈവരാജ്യം? റോമർ 14:17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഒന്നും കഴിച്ചില്ലേലും കുടിച്ചില്ലേലും, ഭക്ഷണവും പാനീയവുമല്ല, നീതിബോധം, ദൈവം എൻ്റെ പാപം ക്ഷമിച്ചെന്നുള്ള ഉറപ്പ്, സമാധാനം, സന്തോഷം, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. അതൊന്ന് അനുഭവിച്ച് അതോടുകൂടെ സകലവും കർത്താവ് തരും. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ ആ ദൈവരാജ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ പറയുന്നു, ഇനി എൻ്റെ ഹൃദയം കർത്താവിന് മാത്രം? കർത്താവിൽ വിശ്വസിച്ചവർക്ക് കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ ദാനമായി തരും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, ആനന്ദ തൈലം കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യും. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കർത്താവ് അഭിഷേകം ചെയ്യാൻ പോവാ. എന്തിനാലാണ്? ആനന്ദ തൈലം. ഉറക്കെ പറഞ്ഞാട്ടെ.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് നമുക്ക് ചിരിക്കാനൊക്കോ? ഇല്ല. പക്ഷെ പ്രശ്നത്തിലും നീ തുള്ളിച്ചാടുന്ന ആ പൗലോസും മറ്റും തൻ്റെ ശരീരം മുറിഞ്ഞിരുന്നപ്പോഴും ആത്മാവിൽ സന്തോഷിച്ച ഒരു പുതിയ നദിയിൽ ദൈവം നിന്നെ ഇറക്കാൻ പോവുക. ആ ആത്മാവിൽ ഒന്ന് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നങ്ങളും തന്നെ വിട്ടു മാറിക്കോളും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, പ്രശ്നങ്ങൾ മാറിയിട്ട് നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ പോകുന്നില്ല. പക്ഷെ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോഴും ഈ യേശുവിനൊന്ന് ഹൃദയം കൊടുത്തേ. കർത്താവ് നിൻ്റെ ഉള്ളത്തിൽ രാജാവായി വരും. യേശു നിൻ്റെ ഉള്ളത്തിൽ രാജാവായി വരും. ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ യേശു വന്നിരിക്കും. ഭാരവും നിരാശയും കയ്പും പകയും വൈരാഗ്യവും കയറിക്കടന്ന വീടിനകത്തോട്ട്, ഹൃദയമാകുന്ന വീടിനകത്തോട്ട് രാജാതി രാജാവായ യേശു പ്രവേശിക്കുമ്പോൾ ആ വീടിനകത്ത് കയറിക്കൂടി കടന്നിരുന്ന വേണ്ടാത്തതെല്ലാം ഇറങ്ങിപ്പോകും. ഭാരമെന്ന പിശാച് ഓടിപ്പോകും. നിരാശ എന്ന സാത്താൻ ഓടിപ്പോകും. ഭയമെന്ന പൈശാചി ബന്ധനം മാറും. നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ രാജാവായി യേശു ഇരിക്കും. കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. 6 മാസത്തോളമായിട്ട് ഈ കാലിങ്ങനെ വലിച്ച് നടക്കുന്ന, എന്നും പോയി ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് കഴിക്കും. മരുന്നൊക്കെ കഴിച്ച് ഇപ്പോഴും ഞാൻ ഗുളികയായിട്ടായിരുന്നു വന്നത്. കാല് മടക്കും എടുക്കുകയൊക്കെ ചെയ്യാം, ഇരിക്കാൻ വയ്യായിരുന്നു. നടുവിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം ആദ്യത്തെ ആരാധനയിൽ തന്നെ ദൈവം എനിക്ക് പൂർണ്ണ വിടുതൽ തന്നു. പൂർണ്ണ വിടുതലായി. കുത്തി വെച്ചോണ്ട് നടക്കുന്ന ആളാ. ഒന്നിരുന്ന് ഒന്നുകൊടുക്കുന്ന കരയാ ആൻറ്റി, അത്ര വലിയ വിടുതലാ. എൻ്റെ ദൈവം എനിക്കിതിന് നന്ദി പറയാൻ ദൈവത്തോടല്ല, നന്ദി പറയാനൊന്നുമില്ല. അതുപോലെയുള്ള വേദനയായിരുന്നു ഞാൻ സഹിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. എനിക്ക് നന്നായി ഇരിക്കാനായിട്ട് കാലിൻ്റെ അസ്ഥി തേയുന്നതാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ വേദനയ്ക്ക് വേണ്ടി ഇച്ചിരി മരുന്നൊക്കെ കഴിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷെ ഡോക്ടർമാരുടെ ഡോക്ടറുമായ യേശു ആ മകളെ ഇപ്പം സൗഖ്യമാക്കി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തോമസ് കുട്ടി, ഇതൊരു അത്ഭുത രോഗസൗഖ്യമാണ്. ഈ അമ്മച്ചിക്ക് ചെറുപ്പം മുതൽ, കുഞ്ഞിലെ മുതൽ ശ്വാസം മുട്ടലിൻ്റെ രോഗമുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 6 മാസമായിട്ട് ഈ രോഗം വളരെ സിവിയർ ആയിട്ടിരിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ദിവസം നമ്മുടെ പരസ്യയോഗങ്ങൾ ഈ ഭാഗത്ത് നടന്നു. അപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവ് നമ്മുടെ ഒരു പരസ്യയോഗത്തിൽ വന്നു. അത് കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഡി അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നീ ആ പ്രാർത്ഥനയ്ക്ക് പോവും, അവിടെ വെച്ച് എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു, കർത്താവ് തൊട്ടു, സൗഖ്യമായി. അതെ, ജീവിക്കണമെന്ന് തന്നെ ഇല്ലായിരുന്നു. ഈ അസുഖം വെച്ച് എന്നാ ചെയ്യാൻ നോക്കും. അത് കാരണം എന്നാണേലും ഇപ്പം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് സൗഖ്യമുണ്ട്. ബ്രദറെ, ഈ അസുഖം മൂലം ഇനി ജീവിക്കുന്നത് എന്തിനാന്ന് വരെ പറഞ്ഞുകൊണ്ട് പഴിച്ചുകൊണ്ടിരുന്നതാ. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. സൗഖ്യമുണ്ട് ഇപ്പം ശ്വാസം നല്ലപോലെ, ശ്വാസം വലിച്ചു വിടുന്നതിന് കുഴപ്പമില്ല. മറ്റേ ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് വലിച്ചു വിട്ടേ. ഇല്ല, എനിക്ക് മറ്റേ ഭയങ്കര സൗണ്ട്. ആ സൗണ്ടൊക്കെ പോയി, സൗഖ്യമായി. കാരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. 7 വർഷമായിട്ട് നടുവിൻ്റെ ഡിസ്ക് അകന്നു പോയിട്ട് ഞരമ്പ് ബ്ലോക്കായി, ബ്ലഡ് പാസ് ചെയ്യലായിരുന്നു. അങ്ങനെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? 7 വർഷക്കാലമായിട്ട് എൻ്റെ നടുവിന് ഡിസ്ക് ഇങ്ങനെ തെന്നി മാറി നിൽക്കുക. തെന്നി മാറി നിന്നിട്ട് അതിൽ നിന്ന് ഡിസ്ക് ഞരമ്പ് പാസ് ചെയ്ത് പോകത്തില്ല. അപ്പം ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ MR സ്കാനിങ് എടുത്തു. MR സ്കാനിങ് എടുത്തിട്ട് എനിക്ക് ഓപ്പറേഷൻ മാത്രമേ നടപടിയുള്ളൂ, വേറെ ഒന്നും ചെയ്താൽ മാറത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഈ മസിൽ കയറി പ്രസ് ചെയ്ത് നിൽക്കുക. അപ്പം ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിട്ട് എനിക്ക് നടക്കത്തില്ല. അപ്പോൾ വേദന വരുമ്പോഴും ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വരുമ്പോഴെല്ലാം വേദനയുണ്ട്. വേദന കാരണം ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ നട്ടലിങ്ങനെ ആടി പോകും. കാരണം നട്ടലിന് ബലമില്ലാതെ എനിക്ക് തോന്നിക്കുന്നത്. അപ്പോൾ അത്രയും വേദനയായിട്ട് എൻ്റെ വർഷങ്ങളായി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തൊടുപുഴ കാഞ്ഞിരപ്പള്ളി കുന്നേലാശുപത്രി എല്ലിൻ്റെ ഒരു ഡോക്ടറുടെ ചികിത്സ മാസത്തിൽ 1 പ്രാവശ്യം പോയി മരുന്ന് വാങ്ങിച്ചപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് ഒരു കുളിർമ പോലെ, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ ഒരു കുളിർമ എനിക്ക് പെട്ടെന്ന് ഇനി ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരു സുഖം എനിക്ക് അനുഭവപ്പെട്ടു. സാക്ഷ്യം പറയാൻ. ഇപ്പം നടു കുനിഞ്ഞു നോക്കി? നോക്കി. എങ്ങനെയുണ്ട്? കുറവുണ്ട്. സൗഖ്യമായി? സൗഖ്യമായി. കുനിയാൻ പറ്റുന്നുണ്ട്? കുനിയാൻ പറ്റുന്നുണ്ട്. കുനിഞ്ഞ് എങ്ങനെയുണ്ട്? സൗഖ്യമായി. എനിക്ക് സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കി. കാരമടിച്ചു. തോമസ് കുട്ടി 5 മിനിറ്റ് പോലും ഇങ്ങനെ നിൽക്കത്തില്ല എന്നാണ് പറഞ്ഞത്.
ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ പോലും മീറ്റിങ്ങിന് വന്നിട്ട് നിൽക്കുക, ഒരു കുഴപ്പവും അനുഭവപ്പെടുന്നില്ല. നിൽക്കുമ്പം കട്ടി അടിച്ചിട്ട് ഈ 2 മസിലും അങ്ങ് പൊട്ടിപ്പോകും. അപ്പം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എവിടെ ചെന്നാലും അപ്പം തന്നെ ഇനി ഇരിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇത്രയും നേരം നിന്നിട്ട് ഒരു ഇല്ല, കുഴപ്പമില്ല. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കും. TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും ഈ ശനിയാഴ്ച തിരുവനന്തപുരം വട്ടപ്പാറയിൽ നടക്കുകയാണ്. രാവിലെ 10 മണി മുതൽ ഉച്ചവരെ. കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരണം. ലോകമെങ്ങും കാണുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കണം. തോമസ് ഈ സഹോദരിക്ക് ഒരു 3-4 മാസമായിട്ട് നട്ടലിൻ്റെ 3 ഡിസ്ക് അകന്നിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തനായ അസ്ഥിരോഗ ഡോക്ടർ OT ജോർജ് അദ്ദേഹം ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്തു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, കുനിയാം, നിവരാം, ഒരു കുഴപ്പവും വരുന്നില്ല. ഇവിടെ വോളണ്ടിയറാ? അതെ, വോളണ്ടിയറാ. എനിക്ക് നിൽക്കത്തില്ലായിരുന്നു ബ്രദറെ വന്നപ്പോൾ. ഈ വേദനയൊക്കെ വെച്ചോണ്ടാണോ ശുശ്രൂഷിക്കാൻ വന്നത്? എന്നിട്ട് നിൽക്കത്തില്ലാത്ത ഞാൻ വേറൊരു സഹോദരി ഊരി കൊടുത്തു. എനിക്ക് നിൽക്കത്തില്ല എന്നും പറഞ്ഞു. എങ്ങനെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു? വേറൊരു സഹോദരിക്ക് ഞാൻ ഊരി കൊടുത്തത്. ബാഡ്ജ് ഊരി കൊടുത്ത ആളാ. അന്നേരം പറഞ്ഞു വേണ്ട, അത് പ്രാർത്ഥിച്ച് കിട്ടിയത് കഴുത്തിലിട്ടോളാൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു പ്രാർത്ഥിച്ച് കിട്ടിയതല്ലേ ഇട്ടോണ്ടിരുന്നോളാൻ പറഞ്ഞു. എനിക്ക് നിൽക്കത്തില്ലായിരുന്നു. ഞാൻ കുറച്ചു നേരം നിന്നിട്ട് പോയി ഇരുന്ന്. ഭയങ്കര എത്ര നാളായിട്ട് ഇതുണ്ട്? ഇപ്പോൾ 3 മാസമായിട്ട് ഭയങ്കര വേദനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഏത് ഡോക്ടറെ കണ്ടേ? മുതലക്കുളത്ത് ഡോക്ടറെ കണ്ടേ, ജോർജ് ഡോക്ടർ. കണ്ടപ്പോൾ എന്തോ ആന്നാ പറഞ്ഞേ? 3 ഡിസ്ക് അകന്നു പോയിട്ട് 3ാമത്തത് അകന്നോട്ട് വളഞ്ഞു നിൽക്കുക. ഇപ്പം ഒട്ടും നടക്കരുത്. 5 ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നട്ടല് കർത്താവ് സൗഖ്യമാക്കുന്ന എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിപ്പിക്കുക. എനിക്കൊന്നും ചെയ്യത്തില്ലായിരുന്നു. വീട്ടിലെ പണിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ വൈകുന്നേരം ജോലിക്ക് പോയിട്ട് വൈകിട്ട് എന്ന് കരഞ്ഞോണ്ട് കിടക്കുള്ളൂ. ഇപ്പം മോൾ എൻ്റെ കൈ വെച്ച് പ്രാർത്ഥിക്കും, അമ്മച്ചി കർത്താവ് സൗഖ്യപ്പെടുത്തും. എന്നും മോള് വൈകിട്ട് പ്രാർത്ഥിക്കും, അമ്മച്ചി കൺവെൻഷന് വരണം, ലീവ് എടുത്ത് വരണം. അപ്പം ഞാൻ ഇന്നലെയും കൂടെ ഞാൻ ഓർത്ത് എനിക്ക് ലീവൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സുഖമില്ലാന്ന് പറഞ്ഞ് ലീവ് എടുത്ത് ഇന്ന് വന്നപ്പോൾ ഇപ്പോൾ കൺവെൻഷൻ എനിക്ക് കൂടണം, എനിക്ക് സൗഖ്യം കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് ഉറച്ച വിശ്വസത്തോടെ വന്നേനെ. വന്നപ്പോൾ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് വിടുതലായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയണം, എല്ലാ സഭയിലും പോയി സാക്ഷ്യം എനിക്ക് ഭയങ്കര ആഗ്രഹത്തോടെ വന്നിരിക്കുവാണ്. അതുപോലെ വേദന, എന്തുപോലൊരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. വേദന എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാലും കുറയില്ല. അന്നേരം ഒരു 5 മിനിറ്റത്തെ കുറവേ ഉള്ളൂ. പിന്നെ എനിക്ക് അതിനെ കഴിഞ്ഞ് കൂടുതലുള്ള വേദന. ഇപ്പം പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പം എന്നോട് സഹോദരി കുനിയാൻ പറഞ്ഞു. ഞാൻ എനിക്കിങ്ങനെ കുനിയത്തില്ലായിരുന്നു. എൻ്റെ കാലൊന്നും കുളിക്കാൻ പോലും ഞാൻ കാല് കുഞ്ഞി തേക്കാൻ അത്ര പോലും കുനിയത്തില്ലായിരുന്നു. ഇപ്പം ഈ നേരം വരെ എനിക്ക് വേദന ഉണ്ടായില്ല. ഇപ്പോഴും എന്നെ അങ്ങ് വിറയ്ക്കുന്നുണ്ട്. ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദൈവ സ്പർശം ഉണ്ടായി, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടായി. ഇപ്പോഴും ശരീരത്തിൽ അറിയാം. ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. ആരൊക്കെയോ എൻ്റെ ശരീരത്തിൽ തൊട്ടു, ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ പെട്ടെന്ന് എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുക. കുനിഞ്ഞു നോക്കിയോ? കുനിഞ്ഞു നോക്കി, ഒരു കുഴപ്പമില്ല. കുനിഞ്ഞു. ഡോക്ടർ സാമിഞ്ഞു നമ്മുടെ ഇവിടുത്തെ OT ഡോക്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ഫേമസ് ഒരു ഓർത്തോ പീഡിയാട്രിക് ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കാന്ന് വെച്ചാൽ ചുമ്മാ വെറുതെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല, ശരിക്കും ഡിസ്കിന് പ്രൊലാപ്സ് ഉണ്ടായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അപ്പം സൗഖ്യമായ സൗകര്യം കുനിഞ്ഞെന്ന് വെച്ചാൽ പൂർണ്ണ സൗഖ്യം, ഡിസ്ക് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് വന്നു തന്നെ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഡിസ്ക് ആ സ്ഥാനത്ത് വന്നെങ്കിലേ ഇങ്ങനെ കുനിയാൻ പറ്റത്തുള്ളൂ. കർത്താവിൻ്റെ അത്ഭുതത്തിനായി, ഓപ്പറേഷനായി ഒരു ഹല്ലേലൂയ പറഞ്ഞു. ശ്രദ്ധിക്കുക, ഞങ്ങൾ ഡോക്ടർമാരെ ആദരിക്കുന്നു. ഈ പറയുന്ന ഒരു ഡോക്ടറാണ്, അത് ഇപ്പോഴും ചികിത്സ നടത്തുന്നയാളാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ഡോക്ടർമാരെ തള്ളി പറഞ്ഞിട്ടില്ല. എന്നാൽ ഡോക്ടർമാരും പറയുന്നൊരു ഘട്ടമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാനൊക്കത്തില്ല, പ്രാർത്ഥിച്ചാട്ട്. ദൈവവിശ്വാസികളായ ഡോക്ടർമാർ പറയുന്നൊരു വാക്ക് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ചികിത്സിക്കുന്നു, ദൈവം സൗഖ്യമാക്കും. ഞങ്ങൾ സൗഖ്യദായകരല്ല. അതുപോലെ തന്നെ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളും പറയാം, ഞങ്ങൾ സൗഖ്യദായകരല്ല, സൗഖ്യദായകൻ ദൈവമാണ്. ആ സൗഖ്യദായകനായ ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്ന് മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്തു. അവൻ്റെ പേരാണ് യേശു. ഈ സഹോദരൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്. ഇവരുടെ ജീവിതത്തിൽ ഈ സഹോദരൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. മുൻപ് നടന്നൊരു അത്ഭുത വിടുതലാണ്. തികഞ്ഞ മദ്യപാനത്തിൽ നന്നായി കുടിക്കുമായിരുന്നു. ഞാനിങ്ങനെ അറിഞ്ഞത്, കുടുംബത്തെ നോക്കുകയല്ല, കുടുംബത്തോട് സ്നേഹമില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം പറയാം ബ്രദറെ. അദ്ദേഹം ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നോക്കി നിൽക്കുക, നല്ല മദ്യമാണ്. കുഞ്ഞിലെ മോന് ചെരുപ്പ് പൊട്ടിപ്പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ, അപ്പോൾ എനിക്ക് ചെരുപ്പ് വേണമെന്ന് പുറകെ നടന്നിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, തള്ളി മാറ്റിയിട്ട് പുള്ളിക്ക് മദ്യപിക്കണം. അങ്ങനെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ പ്രശ്നങ്ങളായി, കുടുംബത്തിൽ വിഷയങ്ങളായി. അങ്ങനെ ഈ സഹോദരി പിണങ്ങിപ്പോയി, വീട്ടിൽ പിണങ്ങിപ്പോയി. അങ്ങനെ ഈ സഹോദരൻ മദ്യപാനം പോയായിരുന്നു. 6 മാസം ഞാൻ പിണങ്ങി നിൽക്കും. എൻ്റെ വീട്ടിലായിരുന്നു. എന്നിട്ട് TV പ്രോഗ്രാം കണ്ടിട്ട് വേറൊരു സഹോദരി അവരുടെ മകൻ്റെ മദ്യപാനം മാറ്റാൻ വേണ്ടി പോയപ്പോൾ ആ കൂടെ ഡ്രൈവറായിട്ട് കൊണ്ടുപോയതാ.
ആദ്യമായിട്ട് കട്ടപ്പനയ്ക്ക് പോയി. ഷാജി ബ്രദറായിരുന്നു അവിടെ ശുശ്രൂഷിച്ചത്. ഷാജി ബ്രദർ, ഇദ്ദേഹം വേറൊരാളുടെ മദ്യപാനം മാറ്റാൻ വേണ്ടി ഡ്രൈവറായിട്ട് പോയതാ. അപ്പം മീറ്റിങ്ങിന് കൊണ്ടുപോയതാ. അപ്പം ഞാനൊരു ഒരു കുപ്പി ബ്രാൻഡിയുടെ പകുതിയോളം ഞാൻ കുടിച്ചിട്ടാണ് പോണേ. അപ്പോൾ അവിടെ ചെന്ന് ചെയ്തേക്കും ഞാൻ പുറത്ത് നിൽക്കുക ചെയ്തേ. ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കയറി ചെല്ലാൻ തോന്നി. ഞാൻ ഏറ്റവും പുറകെ ഇരുന്നു. അപ്പോൾ കൈയടിക്കുക ആരാധനയൊക്കെ നടക്കുമ്പോൾ, കട്ടപ്പനയിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കൈയടിച്ചു. തന്നെ കൈയടിച്ച് ഞാൻ ശരിക്കും മദ്യപിച്ചിട്ട് വെളുപ്പിനെ ഇവിടുന്നാണ് പോണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ശരീരമൊക്കെ അങ്ങ് വേർത്ത് അവരെ കൈയടിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ ഞാൻ കൈയടിക്കും. അങ്ങനെ 3-4 പ്രാവശ്യം കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റി. അപ്പോൾ 3-4 പ്രാവശ്യം ഞാനുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് പിരിഞ്ഞ് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിമിത്തം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, കർത്താവ് യോജിപ്പിക്കുന്ന കർത്താവ്, ഒരിക്കലും അകറ്റുന്ന കർത്താവല്ല. നിങ്ങൾ 6 മാസം പിരിഞ്ഞു നിന്ന് ഡൈവേഴ്സ് നോട്ടീസൊക്കെ ഒരു വക്കീലിനെ കണ്ട് പിരിയാനുള്ള ഏർപ്പാടൊക്കെ ആയിരുന്നു. പിശാച്. അതിൻ്റെ വേറൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഭാര്യയും പിണങ്ങിപ്പോയി. മനം നൊന്ത് 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇദ്ദേഹം മരത്തിൽ കെട്ടി തൂങ്ങി, കൊമ്പൊടിഞ്ഞ് താഴെ വീണു, അല്ലെ കയറ് പൊട്ടു. 3 പ്രാവശ്യവും. 3 പ്രാവശ്യം ഞാൻ കുരുക്കിട്ട് കൊക്കോടെ കമ്പേ തൂങ്ങി. അതേന്ന് കമ്പയിൽ നിന്ന് ഞാൻ 3 പ്രാവശ്യം കുരുങ്ങി താഴെ പോകുന്നു. അങ്ങനെ ഇപ്പൊ എത്ര നാളായി കുടി നിർത്തിയിട്ട്? ഇപ്പൊ കുടി നിർത്തിയിട്ട് 5 കൊല്ലമായി. 5 കൊല്ലം മുമ്പുണ്ടായ സംഭവങ്ങൾ. അതെ. 5 കൊല്ലമായിട്ട് ഇപ്പൊ കുടിക്കണമെന്ന് തോന്നുന്നില്ല? ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ ഭവനം ഒന്നിച്ച് പിന്നെ ചേർന്നിട്ട് എത്ര നാളായി? ഇപ്പം ഒന്നിച്ച് ചേർന്നിട്ട് ഇപ്പം 4 വർഷത്തോളം. 4 വർഷത്തോളമായി. ഇപ്പൊ സന്തോഷമായിട്ട് ജീവിക്കുന്നു. മോക്കാണെങ്കിൽ പപ്പായ ഭയങ്കര പേടിയായിരുന്നു, കുടിച്ച് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട്. ഇപ്പം പപ്പായെ പിരിഞ്ഞ് അവൾ നിൽക്കത്തില്ല. ആളായിപ്പോൾ കൊയറ് നിൽക്കുന്നു. ഇപ്പം ഇവരൊക്കെ ഇവിടെയൊക്കെ നിൽക്കാൻ കാരണം അതൊരു ജോലിയായിട്ട് നിന്നല്ല, അതുപോലുള്ള അനുഭവങ്ങളുമായിട്ടാണ് ഈ വസ്ത്രമൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത്. പേടിയായിരുന്നു പപ്പായ? പേടിയായിരുന്നു. പപ്പ സ്കൂളിലോട്ട് വരുമ്പം എന്നെ കാണാൻ സ്കൂളിൽ വരുമായിരുന്നു. അപ്പം ഞാൻ ഒളിച്ചിരിക്കുമായിരുന്നു പപ്പ കാണാണ്ട്. ഇന്ന് ആ കുടുംബം ഒരു സ്വർഗമായി. ഇന്നൊരു അത്ഭുത സൗഖ്യവും കൂടെ സഹോദരിക്ക് കിട്ടി. നമുക്ക് ഈ കർത്താവിന് നന്ദി പറയാം. എത്ര വലിയ അത്ഭുത സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എൻ്റെ യേശു നട്ടൽ സൗഖ്യമാക്കാൻ മതിയായവനാണ്, അസ്ഥികളെ സൗഖ്യമാക്കാൻ മതിയായവനാണ്. അവൻ നിൻ്റെ ശരീരത്തിലെ ഏതു വിഷയത്തിലും വിടുതൽ തരാൻ യേശു മതിയായവനാണ്. നമ്മുടെ ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇവിടെ വെച്ച് തന്നെ പ്രതിഫലം തരും. ആ സഹോദരി അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തതാണ്. ആ സഹോദരിയെ കർത്താവ് തിരിച്ച് സൗഖ്യത്തോടെ അയക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും അതിനെല്ലാം പ്രതിഫലമുണ്ട്. മറ്റേ സഹോദരിയുടെ സാക്ഷ്യം നിങ്ങൾ കണ്ടു. ഇന്ന് നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അസ്ഥികളെ ഇന്ന് കർത്താവ് സൗഖ്യമാക്കാൻ പോവുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെല്ലാം പ്രയാസമുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ തന്നെ തൊടും. നിങ്ങൾ വിശ്വാസത്തോടെ, വളരെ വിശ്വാസത്തോടെ, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കും, ഇപ്പോൾ തന്നെ എനിക്ക് സൗഖ്യം വരും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ കരം നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് വെക്കുക. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ കരത്തിൻ്റെ മേൽ മറ്റൊരു കരം ഇപ്പോൾ തന്നെ വെച്ചു കഴിഞ്ഞിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശാരീരികമായിട്ട് ബലഹീനത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അവർ പല സ്ഥലങ്ങളിൽ പോയി മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടി, എങ്ങും നിന്നും അവർക്കൊരു വിടുതലില്ലാതെ ഭാരപ്പെടുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരം ഇവരെ ഇപ്പോൾ തന്നെ തൊടണമേ. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ ഉള്ളിൽ പറയുന്നു, അസ്ഥിക്ക് ക്യാൻസർ ബാധിച്ച് ശരീരം മുഴുവനും വേദന അനുഭവിക്കുന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അസ്ഥികളിൽ ഞരമ്പ് പിണഞ്ഞ് വേദന അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. ആ ഡിസ്ക് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വളഞ്ഞ അസ്ഥികൾ നേരെയാകട്ടെ. എൻ്റെ കർത്താവ്, ഇപ്പോൾ തന്നെ ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ, മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, എല്ലാ ബലഹീനതകളും എല്ലാ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ വിട്ടുമാറി കർത്താവിൻ്റെ സമാധാനം കൊണ്ട് ഓരോരുത്തരും നിറയ്ക്കണം. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രം. മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ, എല്ലാ പ്രയാസങ്ങൾക്കും അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഇവരുടെ ഉള്ളിൽ ആ ഭാരമിട്ടിരിക്കുന്ന ആ പിശാചിനെ ശാസിച്ച് പുറത്താക്കുന്നു.
ഇവിടെ ഭവനത്തിൽ സമാധാനം വരട്ടെ, ഇവിടെ തലമുറയിൽ അനുഗ്രഹം വരട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും വേണ്ടി നീട്ടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.